ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ എനിക്ക് ഓൺ വോയിസ് വീഡിയോ, ഞാനിവിടെ ലൈറ്റ് സെറ്റിങ്സ് കണ്ണാടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിലേക്ക് നോക്കുന്നത് കേട്ടോ. ക്യാമറ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ലൈറ്റ് മൊബൈൽ ലൈറ്റ് തന്നെയാണ് കേട്ടോ. മറ്റേ ലൈറ്റ് എന്താ പറയുക, അത് ബൾബ് ഫീസായിപ്പോയി. അപ്പോൾ 60 വോൾട്ടിൻ്റെ ഒരു ബൾബായിരുന്നു അത് പിന്നെ കിട്ടിയില്ല, ഞങ്ങൾ വാങ്ങിച്ച കടയിൽ നിന്ന്. ഇനി അത് അന്വേഷിച്ച് കിട്ടുവാണെങ്കിൽ നമ്മുടെ പഴയ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ വെട്ടം ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കണ്ണാടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഒരുങ്ങുകയാണ്, വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയതാ കേട്ടോ. ഈ പറഞ്ഞ പോലെ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് ചോദിച്ച പോലെ ഞാനും ചോദിക്കുകയാണ്. ഇട്ട പുട്ടി കൂടുതലാണോ? പുട്ടി എന്നല്ല, ഫൗണ്ടേഷൻ, ആ നേരത്തെ വീഡിയോ കാണിച്ച ഫൗണ്ടേഷൻ അത് കുറച്ച് തേച്ചതാണേ. കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. മുടി ഒന്ന് കെട്ടി, ഇങ്ങനെ എങ്ങാനും കെട്ടിയാൽ മതി. മുടി ഒന്ന് ചീവി കേട്ടോ, മേക്കപ്പ് വീഡിയോ അല്ല ഇത്. അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ ഒരുങ്ങുന്നതും കൂടി വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്ന, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷനൊക്കെ ഇതാണ് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ഗ്യാരണ്ടി മാലയാണെങ്കിലും ഇതല്ല, ഞാൻ ഈ താലിമാല ഗ്യാരണ്ടി മാലയാണെങ്കിലും അത് ഇപ്പം ഇടുന്നില്ല, അത് ബാഗിൽ വെച്ചേക്കുവാണ്. കഴിഞ്ഞ ദിവസം ഒരു മാല കണ്ടു, വെറും 25 രൂപയുള്ളൂ കേട്ടോ. വളരെ ക്യൂട്ടായിട്ട് നല്ല ഭംഗി തോന്നി. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചു കേട്ടോ. 25 രൂപയുള്ളൂ. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ, ഇത് മുടി മൊത്തം ഇതിൽ പിടിച്ച് മുടി പൊട്ടിച്ചെടുക്കേണ്ട അവസ്ഥയാണ്, വലിച്ച് ശരിയാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് ഇതിൽ ഇഷ്ടക്കുറവുണ്ട്. പക്ഷെ കാണാൻ നല്ല ക്യൂട്ട് മാലയാണ്. ഞാനിങ്ങനെ ആലോചിച്ച്, ഇപ്പോൾ എൻ്റെ സ്വർണ്ണമാലയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പണയം വെച്ച് ഓരോരോ ആവശ്യങ്ങൾക്ക് പണയം വെച്ച്, പിന്നെ സത്യം പറഞ്ഞാൽ പണയം വെച്ചപ്പോൾ താലിയോടുകൂടി വെച്ചിട്ട് പിന്നെ അത് എടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും സാമ്പത്തിക ഭദ്രതയൊക്കെ കുറവായി പോയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്യാരണ്ടി മാല ഒരെണ്ണം വാങ്ങിച്ചു, ഒരു ഗ്യാരണ്ടിയുടെ തന്നെ ഒരു താലിയും വാങ്ങിച്ച് അതിലിട്ട്, അങ്ങനെ അത് കളർ പോകുമ്പോൾ മുക്കിക്കും, അല്ലെങ്കിൽ അത് പോയാൽ പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഡെയിലി അതാണ് ഇടുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഇടയ്ക്ക് ഇടുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ താലി ഇല്ലാത്ത മാല ഇട്ടു എന്ന് വെച്ചിട്ട് അങ്ങനെ കളിയാക്കുന്നവരവിടെ കിടന്ന് കളിയാക്കോട്ടെ, നമ്മൾ മാരീഡാണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ, ഈ ഒരു മാല ഇടുന്നതിന് ഇത്രയും എന്തിനാ പറയണേന്ന് എല്ലാവരും വിചാരിക്കും അല്ലേ? എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇത്രയും പറയുന്നത്. അപ്പം നോക്ക്, ഈ മാല കണ്ടോ, പലരും ഇട്ടേക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞു സ്വർണ്ണമാല വാങ്ങിച്ചാൽ തന്നെ ഇതുപോലെ ഒരെണ്ണം വളരെ നൈസായ രീതിയിൽ വാങ്ങിച്ചിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മോൾക്ക് കിടക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. വളരെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒക്കേഷനിൽ, അതായത് നമ്മളിപ്പം എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് ഇത്തിരി ഹാർഡായിട്ടുള്ള, ട്രഡീഷണലും കുറച്ച് തിക്കായിട്ടുള്ള മാലകൾ ഒക്കെ ഇടുന്നത് എനിക്കിഷ്ടമാണ്. എന്നാൽ ചില സമയത്ത് കൂളായിട്ട് നടക്കുമ്പോൾ ഇങ്ങനത്തെ സാധാരണ ഒരു കൂളായ ഐറ്റംസ് ഇഷ്ടം. പിന്നെ ജിമിക്ക് ഇടുമ്പോൾ പക്ഷേ ഇതിന് ചേർച്ച ഇല്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നൈസ് ജിമിക്കായിരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ. അപ്പം നമ്മുടെ താലിമാല എടുത്തിടാം. നമ്മൾ എന്തിടുന്നു ഇതിടുന്നു എന്നുള്ളതല്ല അല്ലേ. ഇപ്പോൾ കുറി എനിക്കത് കല്യാണം കഴിഞ്ഞാൽ അന്ന് തൊട്ട് ശീലം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇടുന്നു. തൊട്ടിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റാഞ്ഞത്. പിന്നെ അത് ഇപ്പം തൊട്ടിട്ടില്ല എന്ന് വെച്ചാൽ അത് ആരും കൊന്നുകളയുന്നല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മറ്റേ ഇത് തൊടുക എന്നുള്ളത്, ഞാനീ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ തൊട്ടേക്കുന്നത്. അത് തൊട്ടില്ല എന്ന് വെച്ചിട്ടും പ്രശ്നമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് എത്ര വലിപ്പത്തിൽ തൊടണം, ചെറുതാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് കുങ്കുമം വെച്ച് തന്നെ തൊടണം എന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. അത് വെച്ചിട്ട് ആരെയും കളിയാക്കാനോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യം ഇല്ല. ചിലവരങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കിത് തൊടുന്നത് ഇഷ്ടമാണ്. ഞാൻ തൊട്ട് ശീലമായതുകൊണ്ട് എനിക്കത് തൊട്ടിലെന്തോ പോലെ തോന്നും, അതുകൊണ്ട് തൊടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ മാലയും ഈ കമ്മലും ഒക്കെ ഇട്ട് ഒന്നിരിക്കുകയാണ്. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയാണ്. ഞാനൊരു നൈറ്റിയാണ് ഇട്ടിരുന്നത്, അതെടുത്ത് മാറ്റിയിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ തുടങ്ങുമ്പോൾ ആ വീഡിയോയുടെ ആ ഒരു ഗുണം പോകുമോ എന്ന് എനിക്കറിയില്ല. കാരണം വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്നല്ല, പക്ഷേ നമ്മളിപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് ആ ഒരു കാര്യത്തെ പറ്റി പറയാതെ, ഇപ്പോൾ നമ്മളൊരു മേക്കപ്പ് ലുക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇതെന്താണ് പറയുന്നതെന്ന് വിചാരിക്കുന്നവർ എന്തെങ്കിലും വിചാരിക്കട്ടെ. എനിക്കിങ്ങനെയല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് പൊട്ട് അവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു.
പൊട്ടൊരെണ്ണം തൊട്ടിട്ട്. അപ്പോൾ ഇതിന് ചേരുന്ന, ഞാൻ ഇങ്ങനെ നോക്കി പറയുമ്പോൾ ആരും ഒന്നും ഓർക്കരുത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന തറവാട് വീട്ടിലാണ്. അപ്പം ഇതൊക്കെ ഒന്ന്, എൻ്റെ ഒരു ആഗ്രഹം ഇതൊന്നും മെയിൻ്റെനൻസ് ചെയ്യണം. നാളെ ഒരിക്കലും ഇത് വിറ്റ് നമുക്ക് എല്ലാവർക്കും നമുക്കുള്ള, അതായത് ഈ കുഞ്ഞു വീടും ഈ പുരയിടും ഇത് വിറ്റ് നമുക്ക് എല്ലാവർക്കും വീതിച്ച് ഒരു ഷെയർ വീതം പങ്കിടേണ്ടതാണ്. അപ്പോൾ എങ്കിലും നമ്മൾ താമസിക്കുന്നോടം വരെ കുറച്ചും കൂടെയൊക്കെ ഇതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ഒരു തവണ കുറച്ച് ചെയ്തതായിരുന്നു, പക്ഷെ അത് വർഷങ്ങൾ മുന്നേ ആയതുകൊണ്ടാണ് അത് പിന്നെയും നമുക്കത് ചെയ്യേണ്ടി വരുന്നത്. അത് പ്രോപ്പറായിട്ട് അത് ചെയ്യാനും അന്ന് പറ്റിയില്ലായിരുന്നു. ഓക്കെ, അയ്യോ ഇത് പൊട്ടുവിടാനുള്ളൊരു വ്യഗ്രത. ഹൗ ഇസ് ഇറ്റ് ഗുഡ്? എല്ലാത്തിലും പറയൂലേ ഞാൻ ഈസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട് എന്ന്. എൻ്റെ ലുക്ക് ഒരു സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിച്ചത്. ആ ലുക്ക് ആയിട്ടുണ്ടോ എങ്കിൽ പറയണം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പറയേണ്ടത് എന്നും പറഞ്ഞത് ശരിയാണോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. സോറി, നാളെ എനിക്ക് ജോലിക്ക് വേണം. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കണ്ടല്ലോ നിങ്ങൾ, ഞാനൊരു LP സ്കൂളിൽ കയറിയിട്ടുണ്ട്. വളരെ കുറഞ്ഞൊരു സാലറിയാണ്. അതായത് ഇപ്പോൾ 5,000 ആണ് പെർ മന്ത് ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ക്ലാസ് എടുക്കാനായിട്ട് കിട്ടിയ ടീച്ചർ തന്നെയാണെങ്കിലും ഹെൽപ്പിംഗ് ഹാൻഡ് അങ്ങനെ പറയരുതെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഹെൽപ്പിംഗ് ഹാൻഡായിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ കുറഞ്ഞൊരു സാലറി ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ സ്കൂളിൽ കയറിയിട്ടുണ്ട്. നാളെ ജോലിക്ക് പോകണം. എങ്കിലും വീഡിയോ ചെയ്ത് പോകണം എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, അത് നമ്മൾ ഇത്രയും വരെ എത്തിച്ചെങ്കിൽ വീഡിയോസ് ചെയ്യാതെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ പല കണ്ടൻറ്റ് മനസ്സിലോർത്താലും പറ്റുന്നില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. കള്ളമടി എന്ന് പറയാം, അതൊരു ഫാക്റ്റ് തന്നെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ പറയാനുള്ളത് എന്താണ്, ഓക്കെ, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ എന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണു അല്ലേ, ഓക്കെ, നമ്മൾ